ലോകമെമ്പാടു നിന്നുമായുള്ള 32 ആംഗ്ലിക്കൻ ബിഷപ്പുമാരുടെ സമ്മേളനം റോമിൽ നടന്നു. ചരിത്രത്തിലാദ്യമായാണ് ആംഗ്ലിക്കൻ ബിഷപ്പുമാരുടെ സമ്മേളനം റോമിൽ നടന്നത്. സമ്മേളനത്തിനായി റോമിലെത്തിയ കാൻറ്റർബറി ആർച്ച് ബിഷപ്പും ആംഗ്ലിക്കൻ സഭാതലവനുമായ ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഫ്രാൻസിസ് പാപ്പായെ സന്ദർശിച്ചു. വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും നഗരമായ റോമാ നഗരം സമ്മേളനത്തിനായി തിരഞ്ഞെടുത്തതിൽ ഫ്രാൻസിസ് പാപ്പ ബിഷപ്പുമാർക്ക് നന്ദി പറഞ്ഞു. കഴിഞ്ഞ 50 വർഷമായി തുടരുന്ന ആംഗ്ലിക്കൻ റോമൻ കാത്തലിക് ഇൻ്റർനാഷണൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് പാപ്പ നന്ദി പറഞ്ഞു. പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലുമുള്ള പൊതുവായ വിശ്വാസവും പൊതുവായ മാമുദിസായിലുള്ള വിശ്വാസവും വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളും വിശ്വാസ പ്രമാണവുമെല്ലാം ഇരുസഭകളുടെയും പൊതുവായ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഇന്നത്തെ മുറിവേറ്റ ലോകത്തിന് ക്രിസ്തുവിനെ ആവശ്യമുണ്ട്. ദേവാലയ കവാടത്തിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന മുടന്തനായ വ്യക്തിയോട് പത്രോസ്ലീഹ പറഞ്ഞതുപോലെ സ്വർണമോ വെള്ളിയോ അല്ല ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം, മറിച്ച് ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ സുവിശേഷവുമാണ്. വിഭാഗീയതകൾ നിമിത്തം ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന പൊതുവായ ദൗത്യം നാം നിർവഹിച്ചില്ലെങ്കിൽ അത് വലിയ അപവാദമായി മാറും. മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അതീതമായി എളിമയോടെയും സ്നേഹത്തോടെയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചാൽ അവിടുന്ന് ഇരു സഭകളെയും കൂടുതൽ അടുപ്പിക്കുമെന്നും പാപ്പ വ്യക്തമാക്കി.